ശബരിമലയിലേക്കുള്ള ADGP MR അജിത് കുമാറിന്റെ വിവാദ ട്രാക്ടർ യാത്രയിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. MR അജിത് കുമാറിന്റെ പ്രവൃത്തി മനഃപൂർവ്വമാണെന്നും ഇത് ദൗർഭാഗ്യകരമാണെന്നും ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് കുറ്റപ്പെടുത്തി. ചരക്ക് നീക്കത്തിന് മാത്രമേ ട്രാക്ടർ ഉപയോഗിക്കാവൂ എന്ന കോടതി നിർദ്ദേശമാണ് ADGP ലംഘിച്ചത് എന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഈ മാസം 12-ാം തീയതിയാണ് ADGP MR അജിത് കുമാർ പമ്പയിൽ നിന്ന് ശബരിമലയിലേക്ക് ട്രാക്ടറിൽ യാത്ര നടത്തിയത്. ഹൈക്കോടതി ഉത്തരവിന്റെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഇന്നലെ റിപ്പോർട്ട് സമർപ്പിച്ചു. അതിരൂക്ഷ വിമർശനമാണ് MR അജിത് കുമാറിനെതിരെ ഹൈക്കോടതി ഇന്ന് ഉന്നയിച്ചത്. MR അജിത് കുമാറിന്റേത് മനഃപൂർവ്വമായ നടപടിയെന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെ ഹൈക്കോടതി ഉത്തരവുകൾ ലംഘിക്കുന്നത് നിർഭാഗ്യകരമാണ്. പത്തനംതിട്ട SP-യും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും വിഷയത്തിൽ വിശദീകരണം നൽകണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. DGP-യും ADGP-യോട് ഈ വിഷയത്തിൽ വിശദീകരണം തേടി. സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന് പിന്നാലെ സംഭവം വിവാദമായി. പമ്പ പോലീസ് ഒരു FIR ഇട്ടു. മോട്ടോർ ആക്ട് പ്രകാരം കേസെടുത്തതാകട്ടെ പാവം ട്രാക്ടർ ഓടിച്ച ഡ്രൈവർക്കെതിരെ. MR അജിത് കുമാറിന്റെ പേര് FIR-ൽ ഒരിടത്തുമില്ല. MR അജിത് കുമാറിനെ സംരക്ഷിക്കാനുള്ള പോലീസ് നടപടിയെന്നാണ് ആക്ഷേപം. ഏറ്റവും ഒടുവിൽ 2021 പോലും ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നു സ്വാമി അയ്യപ്പൻ റോഡിലൂടെ ട്രാക്ടറിൽ ഭക്തജനങ്ങൾ സന്ദർശിക്കരുതെന്ന്. അപകടം ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു ഹൈക്കോടതിയുടെ ഈ നിരീക്ഷണം. ഇതാണ് ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെ ലംഘിച്ചിരിക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമുള്ള യാത്രയെന്ന അജിത് കുമാറിന്റെ വിശദീകരണം കൊണ്ട് കൈയൊഴിയാൻ ആകില്ല.